ഹായ് ഫ്രണ്ട്സ്, ന്യൂ SCERT സ്റ്റാൻഡേർഡ് 9-ലെ രാസഗതികം എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഈ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വരിക. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് രാസപ്രവർത്തന വേഗം മുതലാണ്. കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. തെർമൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ രാസപ്രവർത്തന വേഗം നോക്കാം. മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ ചില രാസപ്രക്രിയകൾ സംഭവിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഫോടനം നടക്കുന്നുണ്ട്, അയൺ തുരുമ്പിക്കുന്നുണ്ട്, കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് പാറകൾക്കുണ്ടാകുന്ന മാറ്റം, പല്ലിലെ പോടടയ്ക്കുന്നത്, കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സന്ദർഭങ്ങളാണ്. ഈ സന്ദർഭങ്ങളിലെല്ലാം ഒരേ വേഗത്തിലാണോ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പെട്ടെന്ന് ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ പല്ലിൻ്റെ പോടടയ്ക്കുന്ന കാര്യമാണെങ്കിൽ നമുക്കൊരു കെമിക്കൽ മിക്സ് വെച്ചിട്ടാണ് പല്ല് പോടടയ്ക്കുന്നത് അല്ലേ. അപ്പോൾ പല്ലിനോട് ഒട്ടിച്ചേർന്ന് വളരെ പെട്ടെന്ന് അത് ഒട്ടിച്ചേർന്ന് അവിടെ സെറ്റ് ആവുകയും ചെയ്യും. നമ്മളോട് പറയും 1-2 മണിക്കൂറാണ് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരിക്കേണ്ടതുള്ളൂ എന്ന്. അപ്പോൾ പെട്ടെന്ന് അത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് കുറച്ച് അധികം ദിവസം എടുത്താൽ സെറ്റ് ആവുന്നെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാവില്ലേ. അപ്പോൾ ഈസി ആയിട്ട് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെയല്ല. ഇവിടെ നോക്ക്, ഇവിടെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് പാറകൾക്കുണ്ടാവുന്ന മാറ്റം അത് ഒരു ദിവസം കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ 4 മണിക്കൂർ കൊണ്ടോ സംഭവിക്കുന്ന കാര്യമല്ല, വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ എക്സാമ്പിളാണ് പറയുന്നത്, രാസപ്രവർത്തന വേഗത്തിന് ഓരോ റിയാക്ഷനിലും എന്തായിരിക്കും, ആ വേഗത്തിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയേ, ആഹാരസാധനങ്ങൾ കേടുവരാതിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന്, ഉപ്പിലിട്ട് വയ്ക്കാം, പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കാം, തണുപ്പിച്ചുപയോഗിക്കാം, പിന്നെ നമുക്ക് അടച്ചു വയ്ക്കാം അല്ലേ. പിന്നെന്താണ്, വിനാഗിരി ചേർക്കാം. ഇതൊക്കെ നമുക്ക് ഭക്ഷണങ്ങൾ കേടുവരാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന മാർഗങ്ങളാണ്. ഇവിടെ നോക്കിയേ, എല്ലാ രാസപ്രവർത്തനങ്ങളും ഒരേ വേഗത്തിലല്ല നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആദ്യത്തേത് അഭികാരകങ്ങളുടെ സ്വഭാവം. അഭികാരകങ്ങളുടെ സ്വഭാവം എന്താണ്? ഈ അഭികാരകങ്ങൾ എന്ന് പറയുന്നത് റിയാക്റ്റൻസ് ആണ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഐറ്റംസ്, അതിനെയാണ് എന്ത് പറയുന്നത്, അഭികാരകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അഭികാരകങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫാക്ടേഴ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ നമുക്ക് കൊളീഷൻ സിദ്ധാന്തം തന്നിട്ടുണ്ട്. കൊളീഷൻ തിയറി എന്താണെന്ന് നോക്കിയിട്ട് വരാം. കൊളീഷൻ സിദ്ധാന്ത പ്രകാരം ഒരു രാസപ്രവർത്തനം സംഭവിക്കുന്നതിന് അഭികാര കണികകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴാണ് അല്ലേ. അപ്പോൾ റിയാക്റ്റൻസ് ആയിട്ടുള്ള വസ്തുക്കൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു രാസപ്രവർത്തനം നടക്കുന്നത് എന്നാണ് കൊളീഷൻ തിയറി പറയുന്നത്. അഭികാര കണികകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴാണ് രാസപ്രവർത്തനം സംഭവിക്കുന്നത് എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് കൊളീഷൻ സിദ്ധാന്തം. അപ്പോൾ അഭികാര കണികകൾ തമ്മിലുള്ള എല്ലാ കൂട്ടിമുട്ടലും ഉൽപ്പന്ന രൂപീകരണത്തിലേക്ക് എത്തണം എന്നില്ല. പിന്നെയോ, ഉൽപ്പന്ന രൂപീകരണത്തിലേക്ക് എത്തുന്ന കൂട്ടിമുട്ടലുകളെയാണ് ഇഫക്റ്റീവ് കൊളീഷൻസ്, ഫലവത്തായ കൂട്ടിമുട്ടലുകൾ എന്ന് പറയുന്നത്. ഫലവത്തായ കൂട്ടിമുട്ടലുകൾ നടക്കണമെങ്കിൽ അഭികാര കണികകൾക്ക് ഒരു നിശ്ചിത അളവിൽ കൂടുതലുള്ള ഊർജം ആവശ്യമാണ്. യൂണിറ്റ് വ്യാപ്തത്തിലുള്ള കണികകളുടെ എണ്ണം കൂടുന്നതും ഊർജം കൂടുന്നതും ഫലവത്തായ കൂട്ടിമുട്ടലുകൾക്ക് കാരണമാവുകയും രാസപ്രവർത്തന വേഗം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ കൊളീഷൻ തിയറി എന്താ പറയുന്നത്, അഭികാര കണികകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് രാസപ്രവർത്തനം സംഭവിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ ഉൽപ്പന്ന രൂപീകരണത്തിലേക്ക് എത്തുന്ന കണികകളുടെ കൂട്ടിമുട്ടലുകളെയാണ് എന്ത് പറയുന്നത്, ഇഫക്റ്റീവ് കൊളീഷൻ, ഫലവത്തായ കൂട്ടിമുട്ടലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫലവത്തായിട്ടുള്ള കൂട്ടിമുട്ടലുകൾക്ക് കാരണമാവുകയും രാസപ്രവർത്തന വേഗത കൂട്ടുകയും അല്ലെങ്കിൽ കൂട്ടുന്നതിനും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അഭികാര കണികകളുടെ നിശ്ചിത അളവിൽ കൂടുതലുള്ള ഊർജവും അതുപോലെ യൂണിറ്റ് വ്യാപ്തത്തിലുള്ള കണികകളുടെ എണ്ണം കൂടുന്നതുമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ആസിഡും അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ആസിഡും എടുത്ത് റിയാക്ഷൻ നടത്തുകയാണ്. അപ്പോൾ യൂണിറ്റ്
യൂണിറ്റ് വ്യാപ്തത്തിലുള്ള കണികകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അവിടെ റിയാക്ഷൻ കൂടുന്ന പറഞ്ഞ്. അപ്പോൾ ഈ കോൺസെൻട്രേറ്റഡ് ആസിഡ് യൂസ് ചെയ്തിട്ട് നടത്തുന്ന റിയാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, അവിടെയാണ് പെട്ടെന്ന് എന്ത് നടക്കുന്നത്, റിയാക്ഷൻ നടക്കുന്നത് ആണല്ലോ. ഇനി അതുപോലെ ഊർജം കൂടുതലുള്ള റിയാക്ഷനും എന്ത് ചെയ്യും, പെട്ടെന്ന് നടക്കും. കൊളീഷൻ സിദ്ധാന്തത്തിൽ ഫലവത്തായ കൂട്ടിമുട്ടലുകൾക്ക് കാരണമാവുന്ന ഘടകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് യൂണിറ്റ് വ്യാപ്തത്തിലുള്ള കണികകളുടെ എണ്ണവും അതുപോലെ തന്നെ നിശ്ചിത അളവിൽ കൂടുതലുള്ള ഊർജവുമാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് ഈ ഒരു ഫാക്ടേഴ്സിലേക്ക് വരാം. അഭികാരകങ്ങളുടെ സ്വഭാവമാണ് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന്. അതിൽ എന്ത് കാര്യമാണ് പറയുന്നത് നോക്കാം. അഭികാരകങ്ങളുടെ സ്വഭാവം രാസപ്രവർത്തന വേഗത്തെ എപ്രകാരമായിരിക്കും സ്വാധീനിക്കുക നോക്കാം. 3 ടെസ്റ്റ് ട്യൂബുകളിലായിട്ട് തുല്യവ്യാപ്തം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. ഒരേ വലിപ്പമുള്ള കോപ്പർ, സിങ്ക്, മഗ്നീഷ്യം എന്നിവയുടെ ഓരോ കഷ്ണങ്ങൾ 3 ടെസ്റ്റ് ട്യൂബിലായിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ ഇമേജ് ഇല്ല നമുക്കിവിടെ. 3 ടെസ്റ്റ് ട്യൂബ് നമ്മൾ എടുക്കുന്നു. അതിൽ എന്താ എടുത്തിരിക്കുന്നത്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എടുത്തിരിക്കുന്നത്. ടെസ്റ്റ് ട്യൂബ് നമ്പർ 1, ടെസ്റ്റ് ട്യൂബ് നമ്പർ 2, ടെസ്റ്റ് ട്യൂബ് നമ്പർ 3. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡാണ് 3ലും എടുത്തിരിക്കുന്നത് കേട്ടോ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl എല്ലാത്തിലും എടുത്തു. ഞാൻ എന്താ ചെയ്തത്, ഒന്നിലേക്ക് കോപ്പർ ഇടുക, വേറൊന്നിലേക്ക് സിങ്ക് ഇട്ടു, വേറൊന്നിലേക്ക് സിങ്ക് ആണ് ഇട്ടത്. ഒന്ന് കോപ്പർ, മറ്റൊന്നിൽ സിങ്ക്, ഇനി മറ്റൊന്നിൽ മഗ്നീഷ്യമാണ് ഇട്ടത് അല്ലേ. അപ്പോൾ 3 ടെസ്റ്റ് ട്യൂബുകളിലായി തുല്യവ്യാപ്തം നേർപ്പിച്ച ഡയല്യൂട്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എടുത്തിരിക്കുന്നത്. ഒരേ വലിപ്പമുള്ള കോപ്പർ, സിങ്ക്, മഗ്നീഷ്യം എന്നിവയുടെ ഓരോ കഷ്ണങ്ങൾ 3 ടെസ്റ്റ് ട്യൂബിലായിട്ട് ഇട്ടു. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്, ഡയല്യൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഒരു കോപ്പറിൻ്റെ കഷ്ണമാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല. ഇനി ടെസ്റ്റ് ട്യൂബ് നമ്പർ 2ൽ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവുക, അവിടെ ചെറിയ ചെറിയ കുമിളകൾ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. കുറച്ച് കുമിളകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, കുമിളകൾ ഫോം ചെയ്തു എന്ന് നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൻ്റെ അവിടെ എഴുതാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താണ് നടക്കുന്നത്, മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇവിടെ ധാരാളം കുമിളകൾ ഫോം ചെയ്യും. ഓക്കെ, ധാരാളം കുമിളകൾ ഫോം ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതായത് റിയാക്ഷൻ കൂടുതൽ നടക്കുന്ന എവിടെയാണ്, ഈ മഗ്നീഷ്യം ഇട്ട് വെച്ചിട്ടുള്ള മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ, മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലായിരിക്കും കൂടുതൽ റിയാക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ വ്യാപ്തവും ലോഹങ്ങളുടെ വലിപ്പവും തുല്യമായതിനാൽ കോപ്പർ, സിങ്ക്, മഗ്നീഷ്യം എന്നീ ലോഹങ്ങളുടെ സ്വഭാവത്തിലുള്ള സവിശേഷത കാരണമാണ് രാസപ്രവർത്തന വേഗത വ്യത്യാസപ്പെട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കിയേ, നമ്മൾ എടുത്തിട്ടുള്ള കോപ്പറും സിങ്കും മഗ്നീഷ്യം ഒക്കെ ഒരേ സൈസിലുള്ളതാണ് അല്ലേ. അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡും ഒരേ കോൺസെൻട്രേഷനിലാണ് 3 ടെസ്റ്റ് ട്യൂബിലും ഫില്ല് ചെയ്തത്. അപ്പോൾ ഇവിടെ പ്രവർത്തനം നടന്നത്, രാസപ്രവർത്തനം നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, ഈ കോപ്പർ, സിങ്ക്, മഗ്നീഷ്യം എന്നീ ലോഹങ്ങളുടെ സ്വഭാവത്തിലുള്ള സവിശേഷത കാരണമാണ്. ഓക്കെ, അതാണ് അഭികാരകങ്ങളുടെ സ്വഭാവം എന്ന പോയിന്റിൽ നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി അടുത്തത്, സോഡിയം സാധാരണ താപനിലയിൽ ജലവുമായി തീവ്രമായി പ്രവർത്തിക്കുമ്പോൾ മഗ്നീഷ്യം വളരെ സാവധാനത്തിലാണ് ജലവുമായി പ്രവർത്തിക്കുന്നത്. ഇവിടെ 3 വെച്ച് കൺസിഡർ ചെയ്ത് നോക്കിയപ്പോൾ കോപ്പറും സിങ്കും മഗ്നീഷ്യം വെച്ച് നോക്കിയപ്പോൾ എന്താണ്, മഗ്നീഷ്യമാണ് അവിടെ പ്രവർത്തിച്ചത്. ഇനി മറ്റൊരു കെമിക്കൽ കൂടി നമ്മൾ എടുക്കുകയാണ്, സോഡിയമാണ്. അപ്പോൾ സോഡിയം സാധാരണ താപനിലയിൽ ജലവുമായി തീവ്രമായി പ്രവർത്തിക്കുന്നത്. അത് സോഡിയം നമ്മൾ ജലത്തിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ജലമാണ് കേട്ടോ, ജലത്തിലേക്ക് ഇടുകയാണെങ്കിൽ എന്താണ്, ഒരു പോപ്പ് സൗണ്ട്, ഭയങ്കര ഒരു സൗണ്ടോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സോഡിയം വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ശബ്ദത്തോട് കൂടിയിട്ടാണ് ജലത്തിൽ പ്രവർത്തനം നടക്കുന്നത്, ജലത്തിൽ ലയിച്ചങ്ങ് പോവുകയാണ് ചെയ്യുക സോഡിയം. ഓക്കെ, പക്ഷേ മഗ്നീഷ്യത്തിൻ്റെ കേസ് എങ്ങനെയാണ്, അവിടെ ആ ഒരു പ്രവർത്തനം കുറച്ച് സ്ലോ ആയിട്ട് മന്ദഗതിയിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ലോഹങ്ങളുടെ രാസപ്രവർത്തന ശേഷി വ്യത്യാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പല ലോഹങ്ങളുടെയും അഭികാരകങ്ങളുടെ സ്വഭാവമാണ്, ഇവിടെ ലോഹങ്ങളുടെ രാസപ്രവർത്തന ശേഷി വ്യത്യാസമായതുകൊണ്ടാണ് ഇവിടെ റിയാക്ഷൻ എന്ത് ചെയ്തത്, പല ടൈമിൽ നടന്നത്. സോഡിയം ആണെങ്കിൽ പെട്ടെന്ന് റിയാക്ഷൻ നടന്നു, അതേസമയം മഗ്നീഷ്യം ആയപ്പോൾ പതുക്കെയാണ് റിയാക്ഷൻ നടന്നത്. അത് ഈ രാസപ്രവർത്തന ശേഷി വ്യത്യാസമായതുകൊണ്ടാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത്, ഫോസ്ഫറസിൻ്റെ രൂപാന്തരങ്ങൾ നോക്കാം. വെളുത്ത ഫോസ്ഫറസും ഉണ്ട്, ചുവന്ന ഫോസ്ഫറസും ഉണ്ട്. അപ്പോൾ വെളുത്ത ഫോസ്ഫറസും ചുവന്ന ഫോസ്ഫറസും മൂലക ഫോസ്ഫറസിൻ്റെ 2 രൂപാന്തരങ്ങളാണ്. ഓക്കെ, മൂലക ഫോസ്ഫറസിൻ്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെ, വെളുത്ത ഫോസ്ഫറസും ചുവന്ന ഫോസ്ഫറസും. വായുവിലെ ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുമ്പോൾ വെളുത്ത ഫോസ്ഫറസ് ജ്വലിക്കുന്നു.
വായുവിലെ ഓക്സിജനുമായി സമ്പർക്കം വരുമ്പോൾ ജ്വലിക്കുന്ന ഫോസ്ഫറസ് ഏതാണ്? വെളുത്ത ഫോസ്ഫറസ് ആണ്. വെളുത്ത ഫോസ്ഫറസ് ആണ് എന്ത് ചെയ്യുന്നത്? ജ്വലിച്ച് പോകുന്നത്. എന്നാൽ ചുവന്ന ഫോസ്ഫറസിനെ വളരെ കാലം വായുവിൽ തുറന്നു വയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വെളുത്ത ഫോസ്ഫറസ് എന്താ ചെയ്യുക? വായുവുമായി കോൺടാക്ട് വരുമ്പോൾ അത് കത്തും. പക്ഷേ ചുവന്ന ഫോസ്ഫറസ് ആണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും വായുവുമായിട്ട് കോൺടാക്റ്റിൽ അങ്ങനെ ഇരുന്നോളും എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇനി അഭികാരകങ്ങളുടെ ഗാഢതയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. 2 ടെസ്റ്റ് ട്യൂബിലായിട്ട് തുല്യവ്യാപ്തം ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിവ എടുക്കുക. ഒന്നിൽ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ട്യൂബ് നമ്പർ 2 എന്താണ്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. യൂണിറ്റ് വ്യാപ്തത്തിലെ തന്മാത്രകളുടെ എണ്ണത്തെയാണ് ഗാഢത എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, എങ്കിൽ ഏത് ടെസ്റ്റ് ട്യൂബിലാണ് യൂണിറ്റ് വ്യാപ്തത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്മാത്രകളുടെ എണ്ണം കൂടുതലുള്ളത്? ഏതിലായിരിക്കും HCl തന്മാത്രകളുടെ എണ്ണം കൂടുതൽ? ഏതിലാണ്? ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലേ? ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡിലായിരിക്കും തന്മാത്രകളുടെ എണ്ണം കൂടുതലുണ്ടാവുക. ഇനി 2 ടെസ്റ്റ് ട്യൂബിലേക്കും തുല്യ മാസുള്ള മഗ്നീഷ്യം റിബൺ ഇടുക. ഓരോ ടെസ്റ്റ് ട്യൂബിലും നടക്കുന്ന രാസപ്രവർത്തനത്തെക്കുറിച്ചുള്ള നിരീക്ഷണം എഴുതുക. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് നമ്പർ 1, ടെസ്റ്റ് ട്യൂബ് നമ്പർ 1 എന്ത് റിസൾട്ടാണ് നടക്കുക? ഇവിടെ കണ്ടോ, ഇവിടെ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, മഗ്നീഷ്യം റിബൺ ഇട്ടു. അപ്പോൾ ആ സമയത്ത് എന്താ അവിടെ നല്ല റിയാക്ഷൻ നടന്നു അല്ലേ? ഹൈഡ്രജൻ കുമിളകളാണ്, കണ്ടോ, ഹൈഡ്രജൻ കുമിളകളാണ് മുകളിലേക്ക് ഉയർന്നു വരുന്നത്. ധാരാളം ഹൈഡ്രജൻ കുമിളകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ടെസ്റ്റ് ട്യൂബ് നമ്പർ 2 നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അത് മഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ചെറിയ രീതിയിലുള്ള റിയാക്ഷനാണ് നടക്കുന്നത്. കണ്ടോ, വളരെ കുറച്ച് കുമിളകൾ മാത്രമാണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാസപ്രവർത്തന വേഗം ഏത് ടെസ്റ്റ് ട്യൂബിലാണ് കൂടുതൽ നടക്കുന്നത്? ഏതിലാണ്? ടെസ്റ്റ് ട്യൂബ് നമ്പർ 1 ഓക്കെ. ഇനി ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത ടെസ്റ്റ് ട്യൂബിൽ രാസപ്രവർത്തന വേഗം കൂടുതലായിരിക്കുന്നതിന് കാരണം എന്താണ്? കൊളീഷൻ സിദ്ധാന്തത്തിൽ നമ്മൾ പറഞ്ഞു, യൂണിറ്റ് വ്യാപ്തത്തിലുള്ള കണികകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഇഫക്റ്റീവായിട്ടുള്ള കൊളീഷൻസ് നടക്കും, രാസപ്രവർത്തനത്തെ അത് സ്വാധീനിക്കും എന്നുള്ളത്. അപ്പോൾ അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിക്കും തോറും യൂണിറ്റ് വ്യാപ്തത്തിലെ കണികകളുടെ എണ്ണം കൂടുകയും തൽഫലമായി ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതെന്ത് ചെയ്യും? രാസപ്രവർത്തന വേഗം വർദ്ധിക്കാൻ ഇടയാക്കും. ക്ലിയർ? ഇനി നെക്സ്റ്റ് നോക്കാം. സ്റ്റീൽ കമ്പിച്ചുരുൾ വായുവിൽ ചൂടാക്കിയാൽ അത് ചുട്ടുപഴുത്ത് ചുവന്ന നിറമായി മാറുകയും സാവധാനം ഓക്സീകരിക്കുകയും ചെയ്യും. എന്നാൽ ചുട്ടുപഴുത്ത കമ്പിച്ചുരുൾ ഓക്സിജൻ സമൃദ്ധമായ അന്തരീക്ഷ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ശക്തമായി കത്തുകയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നോക്കിയേ, കമ്പിച്ചുരുൾ സ്റ്റീൽ ബോൾ വായുവിൽ ചൂടാക്കുകയാണെങ്കിൽ അത് ചുട്ടുപഴുത്ത് ചുവന്ന നിറമായി മാറുകയും സാവധാനം ഓക്സീകരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ചുട്ടുപഴുത്ത കമ്പിച്ചുരുൾ ഓക്സിജന്റെ സമൃദ്ധമായിട്ടുള്ള അന്തരീക്ഷ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ്? കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഇത് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ നല്ല രീതിയിൽ കത്തുകയായിരിക്കും ചെയ്യുക. ഇനി അഭികാരകങ്ങളുടെ പ്രതല പരപ്പളവിനെ കുറിച്ച് നോക്കാം. 2 ബീക്കർ എടുത്തിട്ടുണ്ട്. 2ലും എന്താണ്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലേ? എന്നിട്ട് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിലേക്ക് ഒരു മാർബിളിൻ്റെ കഷ്ണം ഇട്ടു. സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിലേക്ക് അതേ വലിപ്പമുള്ള ഒരു മാർബിളിൻ്റെ പീസ് തന്നെ പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ഭൗതിക അവസ്ഥ എന്താണ്? ഈ രാസപ്രവർത്തനം എഴുതി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേതിൽ മാർബിളിൻ്റെ കഷ്ണമാണ് ഇട്ടിരിക്കുന്നത്, രണ്ടാമത്തേതിൽ മാർബിളിൻ്റെ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നോക്കാം, ഈ 2 ബീക്കറിലും രാസപ്രവർത്തന വേഗം ഒരുപോലെയാണോ നടക്കുക? അല്ല. മാർബിളിൻ്റെ പ്രതല പരപ്പളവ് തുല്യമാണോ? ആണോ? അല്ല. ഒന്നിൽ പൊടിച്ചിട്ടുമാണ് ഇട്ടിരിക്കുന്നത്, മറ്റൊന്നിൽ ഒരു പീസുമാണ് ഇട്ടിരിക്കുന്നത്. പ്രതല പരപ്പളവ് കൂടുമ്പോൾ അഭികാരക തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലിൻ്റെ നിരക്കിൽ എന്ത് മാറ്റമായിരിക്കും സംഭവിക്കുക? ഇവിടെ പ്രതല പരപ്പളവ് കൂടുതലാണ് അല്ലേ? അപ്പോൾ എന്താണ്? കൂട്ടിമുട്ടലുകൾ കൂടുതലാണ്. രണ്ടാമത്തെ കേസിൽ പൊടിച്ച ആ ഒരു മാർബിൾ പൊടികൾ നമ്മൾ ചേർത്ത ആ ഒരു ബീക്കറിൽ എന്താണ്? പ്രതല പരപ്പളവ് കൂടുതലായിരിക്കും. അവിടെ ഇഫക്റ്റീവായിട്ടുള്ള കൊളീഷൻസ് കൂടുകയും അതിൻ്റെ റിസൾട്ടായിട്ട് രാസപ്രവർത്തന വേഗം കൂടുതലാവുകയും ചെയ്യും. ഓക്കെ, രാസപ്രവർത്തന വേഗം എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? രാസപ്രവർത്തന വേഗം കൂടുന്നു. ഇനി ആ ഒരു റിയാക്ഷൻ്റെ കെമിക്കൽ ഫോമുലയാണ് തന്നിരിക്കുന്നത്. CaCO3 + 2HCl gives CaCl + H2O + CO2 ആണ് തന്നിരിക്കുന്നത്. മാർബിൾ കഷ്ണവും തുല്യമാസുള്ള മാർബിൾ പൊടിയും തമ്മിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ പെട്ടെന്ന് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, എന്തായാലും കാരണം എന്താണെന്നാണ് പറഞ്ഞത്? പ്രതല പരപ്പളവ്, അഭികാരകങ്ങളുടെ പ്രതല പരപ്പളവ് കൂടുമ്പോൾ രാസപ്രവർത്തന വേഗത കൂടും.
ഖരവസ്തുക്കൾ ഉൾപ്പെട്ട രാസപ്രവർത്തനങ്ങളിൽ വേഗത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് പ്രതല പരപ്പളവ്. പദാർത്ഥങ്ങളെ ചെറു കഷ്ണങ്ങളാക്കി മാറ്റുകയോ പൊടിച്ചുപയോഗിക്കുകയോ ചെയ്യുമ്പോൾ പ്രതല പരപ്പളവ് വർദ്ധിക്കുകയും തന്മൂലം ഫലവത്തായ കൂട്ടിമുട്ടലുകളിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുകയും രാസപ്രവർത്തന വേഗം കൂടുകയും ചെയ്യുന്നു. ആ സെയിം സംഭവം തന്നെയാണ് നമ്മൾ വലിയൊരു വിറക് അടുപ്പിൽ കൊണ്ടുവയ്ക്കുകയാണ്. വലിയൊരു തടി അടുപ്പിൽ കൊണ്ടുവച്ചാൽ കത്തുമോ? ഇല്ല. വിറക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അടുപ്പിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അത് വേഗത്തിൽ കത്തുകയും ചെയ്യും, അല്ലേ? പ്രതല പരപ്പളവ് കൂടുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും? രാസപ്രവർത്തന വേഗം കൂടും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇവിടെ എന്താ ബോക്സ് തന്നിരിക്കുന്നത്? അഭികാരകങ്ങളുടെ ഭൗതിക അവസ്ഥയും രാസപ്രവർത്തന വേഗവും. രാസപ്രവർത്തന വേഗവും അഭികാരകങ്ങളുടെ ഭൗതിക അവസ്ഥയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഖരാവസ്ഥയിലുള്ള സിങ്ക് സൾഫേറ്റും ബേരിയം നൈട്രേറ്റും തമ്മിൽ കലർത്തിയാൽ അവയ്ക്കിടയിൽ പ്രകടമായ പ്രവർത്തനമൊന്നും നടക്കില്ല. എന്നാൽ അവയുടെ ജലീയ ലായനികൾ, ജലീയ ലായനി എന്ന് വെച്ചാൽ എന്താ? ജലത്തിൽ ലയിച്ചിട്ടുള്ളത്, അല്ലേ? ലായനി. അപ്പോൾ അവയുടെ ജലീയ ലായനികൾ തമ്മിൽ കലർത്തുമ്പോൾ ഉടൻ തന്നെ ബേരിയം സൾഫേറ്റിൻ്റെ ഒരു വെളുത്ത അവശിഷ്ടം, ഒരു വെളുത്ത പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഇത്തരത്തിൽ രാസപ്രവർത്തനം നടന്ന് ഉൽപ്പന്നമുണ്ടായത് തന്മാത്രകൾ ഫലപ്രദമായി കൂട്ടിമുട്ടിയതുകൊണ്ടാണ്. ഇഫക്റ്റീവ് കൊളീഷൻ്റെ റിസൾട്ടാണ്. അതായത് അഭികാരകങ്ങളുടെ ഭൗതിക അവസ്ഥ അവയുടെ രാസപ്രവർത്തന വേഗം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ദ്രാവക ഗ്യാസലിൻ ജ്വലിക്കുന്നതിനേക്കാൾ സ്ഫോടകാത്മകമായി ഗ്യാസലിൻ ബാഷ്പം ജ്വലിക്കുന്നതും ഇക്കാരണത്താൽ തന്നെയാണ്. അപ്പോൾ അഭികാരകങ്ങളുടെ ഭൗതിക അവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്? രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ നോക്കുക. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് 2 ടെസ്റ്റ് ട്യൂബിലായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും എന്ത് ചെയ്തു? ഒരേ അളവിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എടുത്തിരിക്കുന്നത്. ഒന്നിലേക്ക് ഒരു വലിയ കഷ്ണം മുട്ടത്തോട് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? വലിയൊരു കഷ്ണം മുട്ടത്തോട് ഇട്ടു. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ തുല്യ അളവിൽ പൊടിയാക്കിയ മുട്ടത്തോട് ഇടുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താ ചെയ്തത്? അത് നമ്മൾ പൊടിച്ച ആ മുട്ടത്തോട് നമ്മൾ പൊടിച്ചിട്ട് അതിൻ്റെ പൊടിയാണ് ഇടാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൊടി നമ്മളിവിടെ ഇട്ടു കേട്ടോ. ഇനി ഏത് ടെസ്റ്റ് ട്യൂബിലാണ് രാസപ്രവർത്തന വേഗം കൂടുതലായി കാണപ്പെടുന്നത്? ഏതിലാണ്? പൊടിച്ച മുട്ടത്തോടിട്ട രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലാണ് രാസപ്രവർത്തനം കൂടുതലായിട്ട് നടന്നത്. കാരണം എന്താണ്? അവിടെ പ്രതല പരപ്പളവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലാണ് എന്ത് നടന്നത്? രാസപ്രവർത്തനം വേഗത്തിൽ നടന്നത്. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ രാസ സമവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. എന്താണ്? CaCO3 CaCO3 plus HCl 2HCl HCl gives CaCl2 plus H2O plus കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, CO2. ഇതാണ് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ ആഘോഷവേളകൾക്ക് പൊലിമ കൂട്ടാൻ ഉപയോഗിക്കുന്ന പടക്കങ്ങളിൽ മഗ്നീഷ്യം ഉപയോഗിക്കുന്നുണ്ട്. മഗ്നീഷ്യം കത്തുമ്പോൾ നല്ല തിളക്കമുണ്ടാകും. ഇവിടെ ഉപയോഗിക്കുന്നത് മഗ്നീഷ്യത്തിൻ്റെ പൊടിയാണ്. എന്തായിരിക്കും കാരണം? പ്രതല വിസ്തീർണം കൂടാൻ വേണ്ടിയിട്ട്, അല്ലേ? പ്രതല വിസ്തീർണം കൂടുമ്പോൾ പ്രവർത്തനത്തിൻ്റെ വേഗത കൂടും. ആ സമയത്ത് തിളക്കമൊക്കെ വർദ്ധിക്കും. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ പൊടിയാണ് എന്ത് ചെയ്യുന്നത്? പടക്കങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വരാം. രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന 4ാമത്തെ ഘടകമാണ് താപനില. അപ്പോൾ താപനിലയാണ് നോക്കുന്നത്. അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള പ്രവർത്തനം നോക്കാം. ഇവ തമ്മിൽ പ്രവർത്തിച്ചാൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ലഭിക്കുന്നത്? ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. കണ്ടോ? എന്താണ്? NaCl സോഡിയം ക്ലോറൈഡും വാട്ടറും അതുപോലെ അമോണിയയുമാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഈ പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 മില്ലി അമോണിയം ക്ലോറൈഡ് ലായനി എടുക്കുക. അതിലേക്ക് മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന 2 മില്ലി സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി ഒഴിക്കുക. എന്തെങ്കിലും അന്തിമ ഉൽപ്പന്നം ഉണ്ടായോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ അന്തിമ ഉൽപ്പന്നം നമ്മളിവിടെ കണ്ടു, അല്ലേ? അമോണിയം ക്ലോറൈഡ് ലായനി എടുക്കുക. അതിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി ഒഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോം ചെയ്ത പ്രോഡക്റ്റ് എന്താണ്? സോഡിയം ക്ലോറൈഡും വാട്ടറും അമോണിയയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ,
ഇനി ഇതിൻ്റെ ഗന്ധം എന്തായിരിക്കും? ഒരു രൂക്ഷഗന്ധമായിരിക്കും. അമോണിയയുടെ ഗന്ധം എന്ന് പറയുന്നത് രൂക്ഷഗന്ധമാണല്ലോ. ടെസ്റ്റ് ട്യൂബ് ചൂടാക്കിയ ശേഷം വീണ്ടും ഗന്ധം പരിശോധിക്കുക. ചൂടാക്കിയപ്പോഴാണ് അമോണിയയുടെ രൂക്ഷഗന്ധം വരുന്നത്. ഓക്കെ, അമോണിയയുടെ നേരിയ ഗന്ധമാണ് ആദ്യത്തെ കേസിൽ വരിക. പിന്നെ താപനില നമ്മൾ കൂട്ടി കൊടുത്തപ്പോഴാണ് എന്ത് ചെയ്തത്? അമോണിയയുടെ രൂക്ഷഗന്ധം ലഭിച്ചത്. അതായത് പ്രവർത്തന വേഗം വർദ്ധിച്ചത് താപനിലയിലുണ്ടായ വർധനവ് മൂലമാണ്. ഓക്കെ, ഈ ഒരു റിയാക്ഷനിൽ നമ്മൾ താപനില കൂട്ടിക്കൊടുത്തപ്പോഴാണ് അമോണിയയുടെ രൂക്ഷഗന്ധം നമുക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാരകങ്ങൾ ഉൽപ്പന്നമായി മാറണമെങ്കിൽ അഭികാര കണികകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം അല്ലെ കൈനറ്റിക് എനർജി ആവശ്യമാണ്. ഈ ഊർജത്തെയാണ് ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ത്രഷോൾഡ് എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റ് എന്താണ്? താപനിലയിലുണ്ടായ വർധനവ് മൂലം അവിടെ എന്ത് ചെയ്തു? ഒരു റിയാക്ഷൻ നടന്നു, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ അവിടെ ഫോം ചെയ്തു. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ അഭികാര കണികകൾക്ക് അങ്ങനെ ഒരു നിശ്ചിത എനർജി കൈവരിച്ചതിന് ശേഷമായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ഇങ്ങനെ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആ നിശ്ചിത എനർജി അല്ലെങ്കിൽ ആ ഒരു ഊർജത്തെയാണ് എന്ന് പറയുന്നത് ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ കണികകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആവശ്യമാണ്. ഈ ഊർജത്തെയാണ് ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ത്രഷോൾഡ് എനർജി ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഇനി അടുത്ത ഭാഗം. അഭികാരകങ്ങളെ ചൂടാക്കുമ്പോൾ കണികകളുടെ ഗതികോർജം വർദ്ധിക്കുന്നു, കൈനറ്റിക് എനർജി വർദ്ധിക്കുന്നു. അതായത് താപനില വർദ്ധിക്കുമ്പോൾ ത്രഷോൾഡ് എനർജി കൈവരിച്ച കണികകളുടെ എണ്ണം കൂടുന്നു. തൽഫലമായി ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുകയും രാസപ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അഭികാരകങ്ങൾക്ക് നമ്മൾ താപനില ചൂടാക്കുമ്പോൾ കണികകളുടെ ഗതികോർജം കൈനറ്റിക് എനർജി കൂടുന്നു. താപനില വർദ്ധിക്കുമ്പോൾ ത്രഷോൾഡ് എനർജി കൈവരിച്ച കണികകളുടെ എണ്ണം കൂടുകയും അവിടെ കൂടുതൽ കൊളീഷൻസ് സംഭവിക്കുകയും രാസപ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ ഉൾപ്രേരകങ്ങളുടെ സ്വാധീനമാണ് അടുത്ത ഒരു ഫാക്ടർ നമുക്ക് പഠിക്കാനുള്ളത്. ഉൾപ്രേരകങ്ങളുടെ സ്വാധീനം നോക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന സംയുക്തത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ വീടുകളിലും ആശുപത്രിയിലും ഒക്കെ അണുനാശിനിയായി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ജലീയ ലായനി ഉപയോഗിക്കാറുണ്ട്. കോവിഡിൻ്റെ ആക്രമണം രൂക്ഷമായിരുന്ന സമയത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ചിരുന്നു. വിഘടന രാസപ്രവർത്തനത്തിന് വിധേയമാകുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന് ഓക്സിജൻ സ്വതന്ത്രമാക്കാനായിട്ട് കഴിയും. ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടനത്തിന് വിധേയമായിട്ട് വാട്ടറും ഓക്സിജനുമായിട്ടാണ് ഫോം ചെയ്യുന്നത്. ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി എടുക്കുക. ബോയിലിംഗ് ട്യൂബിനുള്ളിലേക്ക് എരിയുന്ന ഒരു ചന്ദനത്തിരി കാണിക്കുക. ചന്ദനത്തിരി കത്തുന്നതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ബോയിലിംഗ് ട്യൂബിനുള്ളിലേക്ക് അല്പം മാംഗനീസ് ഡയോക്സൈഡ് ചേർത്ത ശേഷം വീണ്ടും എരിയുന്ന ചന്ദനത്തിരി ട്യൂബിനുള്ളിലേക്ക് കാണിക്കുക. ഇപ്പോൾ എന്താണ് നിരീക്ഷിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവം? ഇവിടെ ആദ്യത്തെ കേസിൽ ചന്ദനത്തിരി കാണിക്കുമ്പോൾ അവിടെ ചന്ദനത്തിരി അണഞ്ഞു പോകുമൊന്നുമില്ല. കാരണം ചെറിയ തോതിൽ അവിടെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചിട്ട് വാട്ടറും O2 ഫോം ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ കുറച്ച് മാംഗനീസ് ഡയോക്സൈഡും കൂടി ചേർക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ ഓക്സിജൻ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ കനൽ അല്ലെ, ചന്ദനത്തിരി അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കനൽ നന്നായിട്ടൊന്നുകൂടി എരിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചന്ദനത്തിരിയുടെ ജ്വലന വേഗം വർദ്ധിച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിന് കാരണം ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം വർദ്ധിക്കുന്നുണ്ട്. എന്ത് ചേർക്കുമ്പോഴാണ്? ഈ ഒരു മഗ്നീഷ്യം ഡയോക്സൈഡ് ചേർക്കുമ്പോൾ ഇവിടെ ഈ ഒരു ചന്ദനത്തിരിയുടെ ആ ഒരു ജ്വലനം കൂടുതലായിട്ട് വരുന്നുണ്ട്. കാരണം അവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം വർദ്ധിച്ച് കൂടുതൽ ഓക്സിജൻ പുറത്തു വരുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം വർദ്ധിപ്പിച്ചത് എന്താണ്? മാംഗനീസ് ഡയോക്സൈഡ് എന്ന പദാർത്ഥമാണ്. ഇനി ഇവിടെ ഈ പ്രവർത്തനം എല്ലാം നടത്തിയതിന് ശേഷം ഈ ലായനിയെ ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിൽറ്റർ പേപ്പർ വെച്ച് അരിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു പദാർത്ഥം അവശേഷിക്കുന്നതായിട്ട് കാണാം. ആ പദാർത്ഥം എന്താണ്? മാംഗനീസ് ഡയോക്സൈഡ് തന്നെയാണ്. ഇനി എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞതെന്ന് നോക്കാം. സ്ഥിരമായ രാസമാറ്റത്തിന് സ്വയം വിധേയമാകാതെ രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെ ഉൾപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ
സ്ഥിരമായിട്ടുള്ള രാസമാറ്റത്തിന് സ്വയം വിധേയമാകാതെ, നമ്മൾ അരിച്ച് തിരിച്ച് ആ ഒരു ലൈനിൽ നിന്ന് തിരിച്ച് അരിച്ചെടുത്ത സാധനം എന്താണ്? മാംഗനീസ് ഡയോക്സൈഡ് തന്നെയാണ്. അപ്പോൾ രാസമാറ്റത്തിന് വിധേയമായോ ഇവിടെ മാംഗനീസ് ഡയോക്സൈഡ്? ഇല്ല. എന്നാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് ഓക്സിജൻ ഉണ്ടാവുന്ന പ്രവർത്തനത്തിൽ ഉപയോഗിച്ച ഉൾപ്രേരകം ഏതായിരുന്നു? മാംഗനീസ് ഡയോക്സൈഡ് ആയിരുന്നു. അപ്പോൾ മാംഗനീസ് ഡയോക്സൈഡ് ആണ് ഇവിടുത്തെ എന്ത്? കാറ്റലിസ്റ്റ്. സ്ഥിരമായ രാസമാറ്റത്തിന് സ്വയം വിധേയമാകാതെ രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെ ഉൾപ്രേരകങ്ങൾ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനത്തിൽ മാംഗനീസ് ഡയോക്സൈഡ് ആണ് ഒരു ഉൾപ്രേരകമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ ഹേബർ പ്രോസസ്സോട് തന്നിട്ടുണ്ട്. ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം, അല്ലെ? ആ ഒരു പ്രോസസ്സിനെയാണ് ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹേബർ പ്രോസസ്സ് വഴിയുള്ള അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിൽ ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്? അയൺ ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? ഇരുമ്പാണ്. മനസ്സിലാക്കി വെക്കുക, ചോദിക്കാം. ഇനി സമ്പർക്ക പ്രക്രിയ എന്ന് പറയുമ്പോൾ എന്താണ്? സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണമാണ്. ഹേബർ പ്രോസസ്സ് അമോണിയയുടെ വ്യാവസായിക നിർമ്മാണമാണെങ്കിൽ സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്സ് സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണമാണ്. അവിടെ ഉൾപ്രേരകമായി ഉപയോഗിച്ചിരിക്കുന്ന വസ്തു ഏതാണ്? വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. V2O5 വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ്, ഹേബർ പ്രോസസ്സിൻ്റെ ആ ഒരു ഇക്വേഷനും അതുപോലെ കോണ്ടാക്ട് പ്രോസസ്സിൻ്റെ ഇക്വേഷനും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഹേബർ പ്രോസസ്സിൽ കാറ്റലിസ്റ്റായി യൂസ് ചെയ്തത് ഇരുമ്പാണെങ്കിൽ സമ്പർക്ക പ്രക്രിയയിൽ കാറ്റലിസ്റ്റായി യൂസ് ചെയ്തത് വനേഡിയം പെൻറ്റോക്സൈഡ് V2O5 ആണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അഭികാരകങ്ങളുടെ സ്വഭാവം, ഗാഢത, പ്രതല പരപ്പളവ് എന്നതിന് പുറമെ താപനിലയും ഉൾപ്രേരകങ്ങളുടെ സാന്നിധ്യവും രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ഒരു ബോക്സ് നോക്കിയിട്ട് വരാം. നമുക്ക് ചുറ്റും കാണുന്ന ചില പ്രവർത്തനങ്ങളിൽ താപനിലയുടെ സ്വാധീനം നോക്കാം. ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരച്ച് വയ്ക്കുന്ന മാവ് സാധാരണ റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ അത് വേഗത്തിൽ പുളിച്ചു പൊന്തും, അല്ലേ? എന്നാൽ നമ്മൾ റെഫ്രിജറേറ്ററിലേക്ക് വെക്കുകയാണെങ്കിലോ ആ മാവ് പൊങ്ങി വരുമോ? ഇല്ല. അതുപോലെ മിന്നാമിനിങ്ങിൻ്റെ കേസിൽ കെമി ലൂമിനിസെൻസ് പ്രഭാവത്തിൽ വെളിച്ചം പുറപ്പെടുവിക്കാൻ കഴിയും, അല്ലേ? ഇപ്രകാരം ചില രാസവസ്തുക്കൾ മിശ്രണം ചെയ്ത ലൈറ്റ് സ്റ്റിക്കുകൾക്കും വെളിച്ചം പുറപ്പെടുവിക്കാനായിട്ട് കഴിയും. ഇത്തരം ലൈറ്റ് സ്റ്റിക്കുകൾ ഉയർന്ന താപനിലയിൽ തീവ്രതയുള്ള പ്രകാശം പുറത്തേക്ക് വിടുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് തന്നെ തിരികെ വരാം. ഉൾപ്രേരകങ്ങൾ പ്രകൃതിയിൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ എന്താ പഠിക്കാനുള്ളത് നോക്കാം. പ്രകൃതിയിൽ ചില ഉൾപ്രേരക പ്രക്രിയകളും സംഭവിക്കുന്നുണ്ട്. ജീവനുള്ള ഓരോ കോശത്തിലും ആയിരക്കണക്കിന് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അല്ലേ? ഈ രാസപ്രവർത്തന വേഗത്തെ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ തന്മാത്രകൾ ത്വരിതപ്പെടുത്തുന്നതിനാൽ അവ ഉൾപ്രേരകങ്ങളാണ്. അപ്പോൾ കണ്ടോ, എൻസൈമുകൾ അല്ലെങ്കിൽ പ്രോട്ടീൻ തന്മാത്രകൾ എന്താണ്? ഉൾപ്രേരകങ്ങളാണ്. കാരണം എന്താണ്? രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ജീവനുള്ള ഓരോ കോശത്തിലും ആയിരക്കണക്കിന് രാസപ്രവർത്തനങ്ങൾ ഓരോ നിമിഷവും നടക്കുന്നുണ്ട്. അത് സാധാരണ താപനിലയിലും മർദ്ദത്തിലുമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ രാസപ്രവർത്തന വേഗത്തെ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ തന്മാത്രകൾ ത്വരിതപ്പെടുത്തുന്നത് കൊണ്ടാണ് അവയെ ഉൾപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡൈജഷൻ നടക്കുമ്പോൾ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം, അല്ലേ? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ഉമിനീരിൽ കാണുന്ന എൻസൈമാണ് എന്ത്? അമിലേസ്, സലൈവറി അമിലേസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ഉമിനീരിൽ കാണുന്ന എൻസൈമാണ് സലൈവറി അമിലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഉൾപ്രേരകവും മാജിക്കും നോക്കാം. കൽക്കണ്ടം ചൂടാക്കിയാൽ ഉരുകുന്നു, എന്നാൽ ജ്വലന വിധേയമാകില്ല. പക്ഷേ അല്പം ചാരം അതിൽ പുരട്ടിയ ശേഷം ഉരുക്കുകയാണെങ്കിൽ കൽക്കണ്ടം ജ്വലിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ചാരത്തിലുള്ള ചില ലോഹ സംയുക്തങ്ങളാണ് കൽക്കണ്ടത്തിന്റെ ജ്വലനത്തിൽ ഉൾപ്രേരകമായി വർത്തിക്കുന്നത്. ഇനി വേറൊരെണ്ണം നോക്കിയേ. ഇവിടെ ഒരു ഇൻസെക്റ്റിനെ തന്നിട്ടുണ്ട്. ബോംബാഡിയർ ബീറ്റിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഉൾപ്രേരക വിഘടനം ഉപയോഗിക്കുന്നു. ബീറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ദ്രുതഗതിയിലുള്ള താപമോചക പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. തൽഫലമായി നീരാവിയും അസ്വസ്ഥത ഉളവാക്കുന്ന മറ്റ് രാസവസ്തുക്കളും പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഉൾപ്രേരക വിഘടനം സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസെക്റ്റ് ഏതാണ്? ബോംബാഡിയർ ബീറ്റിൽ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ബോംബാഡിയർ ബീറ്റിൽ.
ഈ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് എന്താണ്? ദ്രുതഗതിയിലുള്ള താപമോചക പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ്. ഓക്കെ, കൂടാതെ തന്നെ അതിൻ്റെ റിസൾട്ടായിട്ട് നീരാവിയും അസ്വസ്ഥത ഉളവാക്കുന്ന രാസവസ്തുക്കളും ഒക്കെ പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബീറ്റിലിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക, ബൊംബാർഡിയർ ബീറ്റിൽ എന്നാണ് കേട്ടോ. അതുപോലെ കൽക്കണ്ടം ചൂടാക്കിയാൽ ഉരുകുന്നു. എന്നാൽ കൽക്കണ്ടം ചാരം പുരട്ടിയ ശേഷം ഉരുകുകയാണെങ്കിൽ അതെന്താ സംഭവിക്കുക? അത് ജ്വലിക്കുന്നതായിട്ട് കാണും അല്ലേ? അല്ലെങ്കിൽ കൽക്കണ്ടം ചൂടാക്കുകയാണെങ്കിൽ അതങ്ങ് ഉരുകി പോകത്തേ ഉള്ളൂ. പക്ഷേ അതേസമയം അതേ കുറച്ച് ചാരം പുരട്ടിയിട്ടാണ് നമ്മൾ കത്തിക്കുന്നതെങ്കിൽ അല്ലെ ചൂടാക്കുന്നതെങ്കിൽ ജ്വലനം സംഭവിക്കുന്നതായിട്ട് കാണാം. അതായത് ഈ ചാരത്തിനകത്ത് എന്തുണ്ട്? കുറച്ച് ലോഹ സംയുക്തങ്ങളൊക്കെ ഉണ്ട്. അത് കൽക്കണ്ടത്തിൻ്റെ ജ്വലനത്തിൽ ഉൾപ്രേരകമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഇനി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും വിട്ടുപോകണ്ട. കമൻസുകളും രേഖപ്പെടുത്താവുന്നതാണ്. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തിട്ട് സ്റ്റഡി പ്ലാനുകളും വീക്ക്ലി സ്റ്റഡി പ്ലാൻസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റഡി പ്ലാനുകളും അതുപോലെ തന്നെ ഈ സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ ആക്സസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. താങ്ക്